എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലം കാണിക്കുകയാണ്. അവിടെ മഞ്ഞത്തലേനും ഒരു മൊട്ടയും അവർ രണ്ടുപേരും ചേർന്ന് ഹീറോയെ അവിടേക്ക് കൊണ്ടുവന്ന് അവന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. ആ മൊട്ടയാണെങ്കിൽ ഹീറോയെ അടിമുടി പരിശോധിക്കും. അതിനുശേഷം അവന് പരുക്ക് പറ്റിയ ഭാഗങ്ങളിൽ മുറിവുകളൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ മരുന്ന് വെച്ച് കൊടുക്കും. ഹീറോ ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. അത് കണ്ട ആ മഞ്ഞത്തലയൻ ഇപ്പോൾ ഹീറോയോട് പറയും, നിനക്ക് ഞാൻ തരാൻ പോകുന്നത് ആർക്കും ഞാൻ കൊടുക്കാത്ത ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് പേര് ഇവിടേക്ക് വന്നിട്ടുണ്ട്, അതിൽ പലരും മരണപ്പെട്ടു പോയി. നീ ശരിക്കും ഒരു ബെറ്റർ പ്ലേസ് റിസർവ് ചെയ്യുന്നുണ്ട്. നീ കരുതും പോലെ ഇതൊരു നരകമൊന്നുമല്ല, ഇത് ശരിക്കും ഒരു സ്വർഗം തന്നെയാണ്. സോ നീ എൻ്റെ ടീമിൽ ചേരുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. പഴയ ലൈഫിൽ നിന്ന് ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് നിനക്ക് തീർച്ചയായിട്ടും കിട്ടും. ഹീറോ ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അവൻ ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും നിന്റെ ടീമിൽ ചേരില്ല. ഇവിടെ എന്താ സംഭവിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും തിരികെ പോകണം. എന്നോട് ഇപ്രകാരം മോശമായിട്ട് പെരുമാറിയ എല്ലാവരോടും എനിക്ക് റിവെഞ്ച് ചെയ്യണമെന്ന് പറയും. ആ മഞ്ഞത്തലനാണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. അതിനവൻ ആ മൊട്ടയോട് മാറി നിൽക്കാനായിട്ട് പറയാണ്, നിങ്ങളാരാ എന്നെ ടച്ച് ചെയ്യാൻ? എനിക്ക് നിങ്ങളുടെ മെഡിസിൻ്റെ ആവശ്യമൊന്നുമില്ല. മര്യാദയ്ക്ക് മാറി നിൽക്ക് കളവാന്ന് പറഞ്ഞ് ഹീറോ അവനെ തള്ളി മാറ്റും. അതിൽ കൺട്രോൾ പോയ ആ മുട്ട അവൻ ദേഷ്യപ്പെട്ട് പറയും, നിന്നെപ്പോലെ ഒരു അഹങ്കാരിയെ ഞാൻ കണ്ടിട്ടില്ല. നിനക്കറിയില്ല നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയുടെ വാല്യൂ അത് എത്രത്തോളം ഉണ്ടെന്ന്. അതാണ് നീ വെറുതെ ഇപ്പോൾ വേസ്റ്റ് ആക്കുന്നത്. നീ ചെയ്യുന്നത് വലിയ മണ്ടത്തരമാണ്. നിനക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് അത് നീ വേസ്റ്റ് ആക്കുകയാണ്. പിന്നെ നീ കരുതും പോലെ ഞാനൊരു മാനല്ല, ഓൾഡ് വിമനാണ്. ഞാനൊരു ഡോക്ടറാണ്. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞ് അവർ ദേഷ്യപ്പെട്ട് ഇപ്പൊ ഹീറോയെ അവിടുന്ന് പുറത്താക്കും. അന്മയാണെങ്കിൽ അവരെ രണ്ടുപേരെയും ഇപ്പൊ പുറത്താക്കും. ഹീറോ ആണെങ്കിൽ മഞ്ഞമുടിയനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. നിങ്ങളാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത്. നിങ്ങളോടൊപ്പം വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ലക്ഷ്യം അത് മറ്റൊന്നാണ്. എനിക്ക് എത്രയും വേഗം തിരികെ പോകണം. എനിക്ക് അവരോട് റിവഞ്ച് തീർക്കണം. അതിനാ മഞ്ഞമുടിയൻ പറയും, എൻ്റെ ഫീലിങ്സിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ കരുതും പോലെ ഇതൊരു നരകമല്ല. നിനക്കിവിടെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. പക്ഷെ അതിനു മുൻപ് ഇതെന്താണെന്ന് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് അവനുമായിട്ട് ഇപ്പോൾ ഒരു സിറ്റിയിലേക്ക് വരികയാണ്. ഹീറോയ്ക്കാണെങ്കിൽ കഴിക്കാൻ ബർഗറും ജ്യൂസും ഒക്കെ കൊടുക്കും. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവൻ ആർത്തിയോട് കൂടെ അത് കഴിച്ച് ഇപ്പോൾ ആ മഞ്ഞമുടിയനോട് പറയും, വാവ്, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്രയും വലിയൊരു സിറ്റി അത് ഇങ്ങനെയൊരു സ്ഥലത്തുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഇവിടെ ആ മഞ്ഞമുടിയനാണെങ്കിൽ ഹീറോയുടെ സ്റ്റോറി മുഴുവൻ അറിയും. അതിനുശേഷം ഹീറോയോട് പറയും, തീർച്ചയായിട്ടും നിനക്ക് നിന്റെ ലക്ഷ്യങ്ങൾ അത് പൂർത്തീകരിക്കാനായിട്ട് കഴിയും. അതിനു മുൻപ് നീ എല്ലാ കാര്യങ്ങളും അറിയണം. നീ അല്പം മുൻപ് ഫൈറ്റ് ചെയ്ത ആ ബീസ്റ്റുകൾ അവറ്റകളെല്ലാം തന്നെ വേസ്റ്റ് കഴിച്ച് ക്രിയേറ്റ് ആവുന്നവയാണ്. അവരുടെ ടെറിട്ടറിയിലേക്ക് ആരെങ്കിലും വന്ന് വീണ അവറ്റകൾ വെറുതെ വിടില്ല. പക്ഷേ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇവിടേക്ക് ഒരിക്കലും അവർ കടന്നു വരില്ല. മാത്രമല്ല അവറ്റകളുടെ തന്നെ പാർട്ടിക്കിൾസ് ക്രിയേറ്റ് ചെയ്താണ് ഞങ്ങൾ അവറ്റകളെ നശിപ്പിക്കുന്നത്. അതിലൊന്നാണ് ഈ കൊട. അതുപോലെ തന്നെ നിന്റെ കയ്യിലുള്ള ഗ്ലൗസ്, അതും അത്തരത്തിലൊരു പാർട്ടിക്കിളാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നിനക്ക് അവറ്റകളെ അറ്റാക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടാണ്. അതിനാ മഞ്ഞമുടിയും പറയും, എൻ്റെ ടീമിൻ്റെ പേര് ക്ലീനിങ് ക്രവേഴ്സ് എന്നാണ്. സോ ഞങ്ങൾ ചില എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്. നീ ആ ടീമിൽ ചേരുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. സത്യത്തിൽ നിന്നെപ്പോലെ പവർ ഉള്ളവർ വളരെ ചുരുക്കമാണ്. ഞാൻ, നീ, പിന്നെ മറ്റു ചിലർ, അങ്ങനെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള പവറുള്ളൂ. നിന്റെ പവർ അവേക്കൻ ചെയ്ത് അത് നിന്റെ ആ ഗ്ലൗസിലേക്ക് അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും ആ ബീസ്റ്റുകളെ ഇല്ലാതാക്കാൻ കഴിയും. പല കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിൽ ചേരാം. നിനക്ക് ആവശ്യമായതെല്ലാം ഞങ്ങൾ തരാം. അത് കേട്ട് ഹീറോ അവനാണെങ്കിൽ അത് എഗ്രി ചെയ്യാണ്. പക്ഷെ അതിനു മുൻപ് ചില ഡിമാൻഡുകൾ ഹീറോ അവൻ്റെ മുൻപിൽ വെക്കും. എനിക്ക് ഈ ഒരു ലവിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരണം. എൻ്റെ പവറിനെ അവേക്കൻ ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ട്രെയിനിങ് നിങ്ങൾ എനിക്ക് തരണം. അതിന് ഇപ്പം മഞ്ഞമുടിയൻ ഓക്കെ പറയും. മഞ്ഞമുടിയനാണെങ്കിൽ ഹീറോയോട് നിനക്ക് ഈ ഗ്ലൗസ് അത് ആരാ തന്നത് ചോദിക്കും. അതിന് ഹീറോ പറയും, ഇതെൻ്റെ പപ്പ എനിക്ക് തന്നതാണ്. അദ്ദേഹത്തിൻ്റെ സോളാണിത്. അതിനാ മഞ്ഞമുടിയൻ പറയും, അതെ, അതിലൊരു സോളുണ്ട്, ഒരു പവറുണ്ട്. അതിനെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്ട് ചെയ്യണം, നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പവർ മുഴുവൻ നിനക്ക് ലഭിക്കും. നിനക്ക് ആവശ്യമായതെല്ലാം തന്നെ ഞാൻ നിനക്ക് തരാം. വീട്, ഭക്ഷണം, പാർപ്പിടം, അങ്ങനെ എല്ലാം നിനക്ക് കിട്ടും. ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ കടന്നു പോകാൻ ശ്രമിക്കും. ഹീറോ ആണെങ്കിൽ അവനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. അടുത്ത നിമിഷം അവനാണെങ്കിൽ ഒരു കിഴിയിൽ ഒരുപാട് പണം അവൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ പണം കൊണ്ട് നിനക്ക് ആവശ്യമായതെല്ലാം തന്നെ വാങ്ങിക്കാനായിട്ട് കഴിയും. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഡബിൾ ഹാപ്പി ആണെങ്കിൽ അത് കണ്ട് ഹാപ്പി ആവുന്നത് കണ്ട ആ മഞ്ഞമുടിയൻ പറയും, നീ ഓവർ ഹാപ്പി ആവണ്ട. നിന്റെ ഡ്രസ്സ് അത് വിറ്റാണ് ഞാൻ ആ പൈസ നേടിയത്. സോ അത് നിന്റെ പണം തന്നെയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഇത് കേട്ട് ദേഷ്യം അത് 10 മടങ്ങാവും. അവൻ ഉച്ചത്തിൽ ചീത്ത വിളിക്കും. ആ ഗ്യാപ്പിൽ ഒരു പൂച്ചയാണെങ്കിൽ ആ പണക്കിഴിയുമായിട്ട് ഓടും. ഹീറോ ഉഷാറായിട്ട് അതിന്റെ പിന്നാലെ ഓടും. ഹീറോ ആണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടി ഇപ്പൊ ആ ക്യാറ്റിനെ പിടിക്കുകയാണ്. അതിനുശേഷം അവന്റെ പവർ ഉപയോഗിച്ച് അതിനെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കും. അത് കണ്ട് ഒരുത്തൻ അവന്റെ തൊട്ട് പിന്നാലെ വരും. നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്, നീ എന്തായി ചെയ്യണേ? ആ
പൂച്ചയെ അതിനെ വെറുതെ വിടാനായിട്ട് പറയും. അതിന് ഹീറോ അവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു പണക്കിഴി അത് തിരികെ പിടിക്കും. അതിനുശേഷം അവളോട് പറയും, ഇതെന്റെ പണക്കിഴി അത് അടിച്ചു മാറ്റി, അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പിന്നാലെ വന്ന് ഇതിനെ പിടിച്ചത്. അതിന് ഓപ്പോസിറ്റുള്ള ആൾ പറയും, നീ ചെയ്തത് വലിയ തെറ്റാണ്, സോ അതിനുള്ളത് നീ അനുഭവിക്കണമെന്ന് പറഞ്ഞ് ആളുടെ പവർ എടുത്ത് അവനെ അറ്റാക്ക് ചെയ്യും. ഇപ്പോഴാണെങ്കിൽ ജസ്റ്റ് മിസ്സിന് പുറകിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ആ പവർ അവന്റെ ദേഹത്ത് കൊള്ളില്ല. ഉടനെ ഓപ്പോസിറ്റ് ഉള്ളവനാണെങ്കിൽ ഹീറോയുടെ പേര് വിളിക്കും. എനിക്ക് നിന്നെ അറിയാം, നീ ഇപ്പോൾ ചെയ്തത് വലിയ മിസ്റ്റേക്കാണ്, ഇനി അങ്ങനെ ആവർത്തിക്കാനായിട്ട് പാടില്ല. ഞാൻ ആ ക്ലീനേഴ്സ് ടീമിലെ ഒരു മെമ്പറാണ്, മാത്രമല്ല നിന്റെ ട്രെയിനർ അത് ഞാനാണ്. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ഓ നോ, അത് നീയാണോ? നീയും ആ ക്ലീനേഴ്സ് ടീമിലെ മെമ്പറാണോ? അതിനവൻ പറയും, അതെ, നിന്റെ കയ്യിലുള്ള ആ മാസ്കിന്റെ പവർ അത് വെറുതെ നീ ഉപയോഗിക്കരുത്. നിനക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്, അതിലേക്ക് എത്തുന്നത് വരെ എന്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മാത്രമേ നീ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരുപാട് കുറ്റബോധം തോന്നും. അവൻ ഒരു സെക്കൻഡ് ആ മുടിയനെ കുറിച്ച് ആലോചിക്കുകയാണ്. ആള് പറഞ്ഞ കാര്യങ്ങൾ, ആളവനെ ഉപദേശിച്ചത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ ഓർമ്മ വരും. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ഞാൻ ഈ ഒരു ഗ്ലൗസ് അതിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പാടില്ല. എന്റെ പപ്പ അദ്ദേഹത്തിന് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ലക്ഷ്യം വളരെ വലുതാണ്. ഞാനിതിന് ഒപ്പം കൂടെ റെസ്പെക്ട് കൊടുക്കണമായിരുന്നു എന്ന് അവൻ ഇപ്പോൾ ഓപ്പോസിറ്റുള്ള ആളോട് പറയും. അതിനാളാണെങ്കിൽ അവൻ്റെ കൈ ചേർത്ത് പിടിക്കും. നീ നല്ലൊരാളാണ്, തീർച്ചയായിട്ടും നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് ചെയ്തു തരും. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ഇതുവരെ ചിരിക്കാത്ത ഹീറോ ആണെങ്കിൽ കഷ്ടപ്പെട്ട് അവരെ നോക്കി ചിരിക്കും. ഹീറോയുടെ ചിരി കണ്ട് അവൻ പേടിക്കും. ഓ നോ, ചെയ്യണേ, എനിക്ക് നിന്റെ ഫേസ് കണ്ട് പേടിയാവുന്നു. അതിന് ഹീറോ പറയും, ഇത് ഞാൻ ചിരിച്ചതാണ്. ഓപ്പോസിറ്റ് ഉള്ളവനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, നീ ഇത്രയും വലിയൊരു മണ്ടനാണോ? നിനക്ക് പ്രോപ്പറായിട്ട് ചിരിക്കാൻ പോലും അറിയില്ലേ? അത് കേട്ട് ഹീറോ ആണെങ്കിൽ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും, ഒരു പക്ഷേ എന്റെ പല്ല് കണ്ടായിരിക്കും ഇവൻ പേടിച്ചിട്ടുണ്ടാവുക, സോ ഞാൻ പല്ല് കാണിക്കാതെ ചിരിക്കാം, അങ്ങനെയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവുമെന്ന് പറഞ്ഞ് അവൻ ഇളിച്ചു കാണിക്കും. അത് കാണുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ളവന് കൂടുതൽ പേടിയാവും. ഇത്രയും വലിയൊരു മണ്ടനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ നിന്നെ കാണുമ്പോൾ ശരിക്കും ഒരു കുരങ്ങനെ പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും അവൻ ഹീറോയെ കളിയാക്കും. ആണെങ്കിൽ വീണ്ടും അവസാനമായിട്ട് ആ മുടിയൻ പറഞ്ഞ കാര്യങ്ങൾ അത് ആലോചിക്കുകയാണ്. ഓപ്പോസിറ്റ് ഉള്ള ആളാണെങ്കിൽ പവർ എടുത്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ആദ്യം നമുക്ക് ഫൈറ്റ് ചെയ്യാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഒരിഞ്ഞ അട്ടിയിട്ടി ബഹളം. ഹീറോ ആണെങ്കിൽ അടുത്ത് കടന്ന ഒരു ഷവർ പൈപ്പ് അതെടുത്ത് അവന്റെ പവർ അപ്ലൈ ചെയ്ത് ഓപ്പണന്റിനെ ആഞ്ഞടിക്കുകയാണ്. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നോ, അതൊരു വേസ്റ്റ് പൈപ്പാണ്, അതുപയോഗിച്ചാണോ നീ എന്നെ തല്ലിയേ? പക്ഷെ ഹീറോ ആണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ വീണ്ടും അവനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവനാണെങ്കിൽ ഉഷാറായിട്ട് ചാടി ഓടും. ഹീറോ അവന്റെ പിന്നാലെ ഓടും. ആ പൂച്ചയാണെങ്കിൽ അവരുടെ കുറുകെ ക്രോസ് ചെയ്യുന്ന സമയം ഹീറോ ചാടി വന്ന് അവനെ അടിക്കാൻ ശ്രമിക്കുകയാണ്. അവനാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, നീ ഇത് കാണുന്നില്ലേ, അതൊരു ലോക്കൽ പ്ലംബിംഗ് മെറ്റീരിയലാണ്, അതുപയോഗിച്ച് നീ എന്നെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. ഹീറോ അതൊന്നും ശ്രദ്ധിക്കാതെ അതുപയോഗിച്ച് പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറം തല്ലുകയാണ്. അപ്പോഴായിരിക്കും ആ മഞ്ഞമുടിയൻ അവനൊരു സ്റ്റൈലൻ ജീപ്പിൽ അവിടേക്ക് വരിക. അവൻ ഹീറോയെ നോക്കും. ഹീറോ വെറും ഒരു ടോയ്ലറ്റ് പൈപ്പ് ഉപയോഗിച്ച് അവനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞമുടിയനാണെങ്കിൽ അത് കാണുമ്പോൾ ചിരി വരും. മാത്രമല്ല ഹീറോ അവന്റെ പവർ കണ്ട് അത്ഭുതവും തോന്നും. അവനാണെങ്കിൽ അവരെ രണ്ടുപേരെയും ഇപ്പൊ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. മഞ്ഞമുടിയനാണെങ്കിൽ ഹീറോയോട് പറയും, സത്യത്തിൽ നിനക്ക് ഭയങ്കര പവറാണ്, പക്ഷെ ഇപ്പോൾ ഉപയോഗിച്ച ഈ ഒരു ഫൈറ്റിംഗ് മെറ്റീരിയൽ അത് വളരെ ചീപ്പാണ്. മാത്രമല്ല അവൻ നിന്റെ മാസ്റ്ററാണ്, അവനാണ് എല്ലാ ട്രെയിനിങ്ങും നിനക്ക് തരിക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവനൊരു ഭാഗത്ത് വണ്ടി നിർത്തും. പിന്നെ അവിടെ വെച്ചൊരു ചോപ്പത്തി അവരുടെ വണ്ടിയിൽ കയറുകയാണ്. അവളും അവരുടെ ടീമിലെ ഒരു മെമ്പറാണ്. അവളാണെങ്കിൽ ആകാംക്ഷയോട് കൂടെ ഇപ്പൊ ഹീറോയുടെ ഹെയർ ഒക്കെ ചെക്ക് ചെയ്യും. മഞ്ഞമുടിയനാണെങ്കിൽ വണ്ടി മുൻപോട്ടേക്ക് എടുക്കും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്, നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക്. വണ്ടിയാണെങ്കിൽ ബാഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തൂടെ അങ്ങനെ ഇരപ്പിച്ചു പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ മീ വിത്ത് മല്ലു എപ്പിസോഡ്.